SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് എ സിലബസും പാർട്ട് എയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പുതിയതായി ആരംഭിക്കുന്ന ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8129529102. നമുക്കറിയാം, കഴിഞ്ഞ സിലബസ് നോക്കുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ നിന്ന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പാർട്ട് ബി 4 വലിയ ടോപ്പിക്കുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും 20 മാർക്കിൻ്റെ ചോദ്യങ്ങളിലായിട്ട് പാർട്ട് ബിയിൽ നിന്ന് 80 മാർക്ക്, പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് എയിലെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കും. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് എയിലെ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. സോഷ്യൽ സയൻസ് പാർട്ട് എയിൽ നമുക്ക് 3 മൊഡ്യൂളുകളാണുള്ളത്. മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്. ഇങ്ങനെ 3 മൊഡ്യൂളുകളായിട്ട് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ജസ്റ്റ് അവിടെ ആ മേഖലകൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. റിനൈസൻസ്, ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഏകദേശം 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 15-14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നിന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മൊഡ്യൂൾ 3 നിന്ന് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്നാൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് നോക്കാം. ഹിസ്റ്ററി, കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്. സോഷ്യൽ സയൻസ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓൾഡ് ആൻഡ് റിവൈസ്ഡ്, pedagogic analysis, need, significance and principles, planning of instruction at secondary level, need and importance, psychological base of teaching the subject, implication of Piaget, Bruner, Gagne, Vygotsky, Oswald and Gardner. ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, then methods and strategy of teaching the subject, model of teaching, techniques of individualizing instruction, curriculum definition, principles, modern trend and organizational approach, curriculum reforms, NCF, KCF. ഈ ഭാഗത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. then instructional resources, laboratory, library, club, museum, visual and audio visual aids, community based resources, e-resources, textbook, workbook and handbook. Then last, assessment, evaluation, concept, then purpose, types, principle and model, modern techniques, comprehensive and continuous evaluation, CCE and grading, tools and techniques, qualities of a good test, type of test, item, evaluation of project, seminar and assignment, achievement test, diagnostic test, then construction, characteristics, interpretation and remediation. The last ഭാഗമാണ് ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ്, ഡിഫറെൻറ്റ് റോൾസ്, പേഴ്സണൽ ക്വാളിറ്റീസ്, എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽ, മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച്. അപ്പോൾ ഇത്ര ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 3 വരുന്നത്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു പാർട്ട് എയിൽ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അനാലിസ് ചെയ്യാം. 020/2022 കോഡ് നമ്പർ എ. ഇവിടെ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ആദ്യത്തെ 4 ചോദ്യങ്ങൾ കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു, ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ്. ദെൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്ന് 5, 6, 12 ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 3 ചോദ്യങ്ങൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ജനറൽ നോളജിൻ്റെ ഭാഗത്ത് നിന്ന് 7, 8, 9, 10, 14 ആ ക്വസ്റ്റ്യൻ നമ്പറുകളാണ് ഇവിടെ കൊടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ 11 and 13. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ 19ാമത്തെ ചോദ്യം ഇവിടുന്നായിരുന്നു.
ദെൻ ക്വസ്റ്റ്യൻ 16 സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇവിടെ ഗാഗ്നയുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ മെത്തേഡ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് ക്വസ്റ്റ്യൻ 18 and 20. കരിക്കുലം ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ 15 NCF KCF ആ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 15. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ്, ഡിഫറെൻറ്റ് റോൾസ്, പേഴ്സണൽ ക്വാളിറ്റീസ്, എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽ, മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 17. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളുക, എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോവിങ് ന്യൂസ് പേപ്പർ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതെല്ലാമായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4. കേരള ദർപ്പണം, മലയാളി, കേരളൻ. മലയാള രാജ്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? മലയാളി രാജ്യം എന്ന ന്യൂസ് പേപ്പർ ഫൗണ്ടഡ് ബൈ KG ശങ്കർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊന്നും കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് അനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. എന്നാൽ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ നോക്കാം. രാമകൃഷ്ണ പിള്ള, K. രാമകൃഷ്ണ പിള്ള 1878 1916 was an Indian nationalist writer, journalist, editor and political activist. He edited Swadeshabhimani, The Patriot, the newspaper which became potent weapon against the rule of the British and the erstwhile princely state of Travancore, Kerala, India, and tool for social transformation. His criticism of the Diwan of Travancore, P. Rajagopalachari, and the Maharaja led to the eventual confiscation of the newspaper. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കോൺഫിസ്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ കണ്ടുകെട്ടിയ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഹിസ് ക്രിറ്റിസിസം ഓഫ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ, പി രാജഗോപാലാചാരി ആൻഡ് ദ മഹാരാജ ലെഡ് ടു ദ ഇവൻച്വൽ കോൺഫിസ്കേഷൻ ഓഫ് ദ ന്യൂസ് പേപ്പർ. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇത് ആ ഒരു ടോപ്പിക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിലും വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും. ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. Then Ramakrishna Pilla was arrested and exiled from Travancore in 1910. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ലൈഡ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരുപാടായിരിക്കും ക്ലാസ്സിൻ്റെ ലെങ്ത്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 13ഓളം പുസ്തകങ്ങൾ രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡ്രാമകളും സ്റ്റോറികളും ഒക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. മലയാള രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ നോക്കാം. മലയാള രാജ്യം വാസ് എ മലയാളം ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ഫൗണ്ടഡ് ബൈ KG ശങ്കർ ഇൻ 1929, കൊല്ലം. ഓക്കെ, so its main aim was to support the Indian independent movement and the activities of the Indian National Congress. It became a daily in 1931 and was amongst the earliest daily morning newspaper in Kerala. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിതിനി ആ കറക്റ്റ് ടോപ്പിക് അനുസരിച്ച് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ മലയാള രാജ്യവുമായി ബന്ധപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 കഴിഞ്ഞ പരീക്ഷയിലെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു. കൺസിഡർ ദ ഫോളോവിങ് പേഴ്സ്. വില്ലുവണ്ടി അജിറ്റേഷൻ നടന്ന സ്ഥലം എവിടെയാണ്? മിശ്രഭോജനം, അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് അജിറ്റേഷൻ ഈസ് പോപ്പുലർലി മാച്ച്ഡ് വിത്ത് ദ പ്ലേസ് ഇൻ വിച്ച് ഇറ്റ് വാസ് ലോഞ്ച്ഡ്. ഓക്കെ, ഈ സമരം നടന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 2. വെല്ലുവണ്ടി അജിറ്റേഷൻ വെങ്ങാനൂർ, മിശ്രഭോജനം ചെറായി. പിന്നെ അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പ്രോപ്പറായിട്ടുള്ള മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ചിപ്പുടവ സമരം നടന്നത് കായംകുളത്താണ് 1858. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, മുക്കുത്തി സമരം പന്തളം. അപ്പോൾ ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ ഏതെല്ലാം മേഖലകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ്? വൈക്കം സ്ഥലത്ത് കോട്ടയം ജില്ലയിലാണ് നടന്നത്. അതിൻ്റെ വർഷം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? എന്ത് കാരണം കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്? A significant social reform movement aimed at fighting against untouchability and gaining access for lower caste individuals to road around the Vaikam Mahadev temple. This agitation marked an early struggle for civil right in Kerala. അപ്പോൾ സൂചിപ്പിച്ച പോലെ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള കുറച്ച് സമരങ്ങളും അതിൻ്റെ വർഷങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുന്നപ്ര വയലാർ അപ്രൈസിങ് എവിടെയാണ് നടന്നത്, ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മലബാർ റെബല്യൻ നമ്മൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഗുരുവായൂർ സത്യാഗ്രഹ, ഓക്കെ, ദെൻ നിവർത്തന അജിറ്റേഷൻ, വിമോചന സമരം, കയ്യൂർ റിവോൾട്ട്, കുട്ടംകുളം സ്ട്രഗിൾ, ദെൻ Vagbhadananda made significant contributions through philosophical and reform work. Some of the notable writing include Atmavidya, spiritual knowledge, focus on the spiritual upliftment and self-awareness. Then Prarthana Kumi, Devadasam, Deva Dashagam, Adhyatma Sankirtanam. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആത്മബോധോദയ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സുകൾ ഇതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ സമയം നമ്മൾ കളയുന്നില്ല. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹ ഈസ് എ മൂവ്മെന്റ് ടു പ്യൂരിഫൈ കാസ്റ്റ് ബൈ റിഡലിംഗ് ഇറ്റ് ഓഫ് ഇറ്റ്സ് മോസ്റ്റ് പെർനിഷ്യസ് റിസൾട്ട്. ഹൂ സെഡ് ദിസ്? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹ ഈസ് എ മൂവ്മെന്റ് ടു പ്യൂരിഫൈ കാസ്റ്റ് ബൈ റിഡലിംഗ് ഇറ്റ് ഓഫ് ഇറ്റ്സ് മോസ്റ്റ് പെർനിഷ്യസ് റിസൾട്ട്. ഹൂ സെഡ് ദിസ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ലീഡേഴ്സ്, അവർ പറഞ്ഞിട്ടുള്ള ഓരോ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ചും ഇന്ത്യയിലുള്ള സമരങ്ങളെക്കുറിച്ചും അവരുടേതായ കുറച്ച് കോട്ടിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇ വി രാമസ്വാമി നായിക്കറുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ഫ്രീഡം വിത്തൗട്ട് സോഷ്യൽ ഫ്രീഡം ഈസ് മീനിങ്ലെസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കോട്ടിങ്സുകളാണ്. പ്രോഗ്രസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. ദ ടച്ചബിൾ ആൻഡ് അൺടച്ചബിൾ കനോട്ട് കോ എക്സിസ്റ്റ് ആസ് നോ ഇൻഡിവിജ്വൽ ഈസ് ബോൺ സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ടു അനദർ. ഇനി ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹത്തിൻ്റെ കുറച്ച് കോട്ടിങ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മളിത് വ്യക്തമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതെങ്ങനെയാണ് അനാലിസ് ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്കിൻ്റെ സമയത്ത് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ലാൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ കോട്ടിങ്സുകൾ, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിറ്റററി വർക്ക് വാസ് റിട്ടൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മലബാർ റെബല്യൻ? മലബാർ റെബല്യൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 and 3, ദുരാവസ്ഥ, സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, മലബാർ കലാപം, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെല്ലാമാണ് ഇത് രചിച്ചിട്ടുള്ളത് എന്നുള്ളത്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും കൃതികളും അത് എഴുതിയ ആളുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കല്ലറ പാങ്ങോട് സ്ട്രഗിൾ. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. With the adoption of the Constitution by the member of the Constituent Assembly on 26 November 1949, India became the largest democracy in the world. By this act of strength, and will Assembly members begin what perhaps the greatest political venture since that originated in Philadelphia in 1787? Who said this? Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അദ്ദേഹമാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാൻവില്ലെ ഓസ്റ്റിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എ സോഷ്യൽ ഡോക്യുമെന്റ്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1927, 6 ജൂലൈ 2014, 2014 ജൂലൈ 6 അദ്ദേഹം മരണപ്പെടുന്നത്. വാസ് ആൻ അമേരിക്കൻ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ 2011, in recognition for his writing on the framing and working of the Indian Constitution,
ഗ്രാൻവില്ലെ ഓസ്റ്റിൻ വാസ് അവാർഡഡ് എ പത്മശ്രീ അവാർഡ്. 2011 അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഒരു പദവിയായിട്ടുള്ള സിവിലിയൻ പദവിയായിട്ടുള്ള പത്മശ്രീ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് 2011. ഓക്കെ, ബുക്ക് ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ കോൺസ്റ്റോൺ ഓഫ് എ നേഷൻ, 1966. So this book examining the framing of the Indian Constitution, emphasizing its role as a unifying document in a diverse and newly independent nation. Austin highlights how the Constitution was designed to foster social revolution and economic justice. അതുപോലെ 1999 അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് വാക്കിംഗ് എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ആ വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അന്തോണി ഏഡൻ, അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വൺ നോട്ടബിൾ കോട്ട് ഫ്രം ഏഡൻ കൺസേൺ ഇന്ത്യ came during the Cripps mission of 1942 when he emphasized the importance of reaching settlement with the Indian leaders for their support during World War II. Okay, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള the government is sincerely anxious for agreement with India which will enlist her full support in the war and enable her to take her place as an equal partner in the British Commonwealth. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ദെൻ റൊണാൾഡ് സീഗൾ, ഓക്കെ, ദ ക്രൈസിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് 1965. നമ്മളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആ കാര്യങ്ങളെല്ലാം. ദെൻ 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ അണ്ടർ ആർട്ടിക്കിൾ 18 ഈസ് ആർ കറക്റ്റ്. ഓക്കെ, ആർട്ടിക്കിൾ 18മായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അബോളിഷൻ ഓഫ് ടൈറ്റിൽ അണ്ടർ 18 ഈസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഫസ്റ്റ്, നോ ടൈറ്റിൽ നോട്ട് ബീയിങ് എ മിലിറ്ററി or academic distinction shall be conferred by the state. Then second one, the no citizen of India shall accept any title from any foreign state. No person who is not a citizen of India shall, while he holds any office of profit or trust under the state, accept without consent of the president any title from any foreign state. No person holding any office of profit or trust under the state shall, without the consent of the president, accept any present emoluments or fees of any kind from or under foreign state. Okay, within the answer option C, all of the above. അപ്പോൾ സൂചിപ്പിച്ച പോലെ ഇത് നമ്മുടെ പാർട്ട് എയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, പാർട്ട് ബിയിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ എക്സാമിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. മാച്ച് ദ ഫോളോവിങ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ദെൻ സെലക്ട് ദ കോഡ്, കറക്റ്റ് കോഡ് ഫ്രം ബിലോ. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഇതിലെ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ABCD ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ നോക്കിയിട്ട്. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, യൂണിഫോം സിവിൽ കോഡ്, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ, പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഏതാണ്? ആർട്ടിക്കിൾ 51. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് 42. ദെൻ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 50. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ സൂചിപ്പിച്ച പോലെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ടോപ്പിക്ക്. അതുപോലെ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 9. ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് വിച്ച് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡ്? 1. Presidential election. 2nd one, directive principle of state policy, formation of new state, alteration of boundaries and name of existing state. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. 3 and 4, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ഡയറക്റ്റീവ് സ്റ്റേറ്റ്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വിച്ച് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡ്, അത് സാധിക്കാത്തത് 1ഉം 2ഉമാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, ആൾട്രേഷൻ ഓഫ് ബൗണ്ടറി ആൻഡ് നെയിം ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. സോ ക്വസ്റ്റ്യൻ, ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് വിച്ച് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡ്. ഓക്കെ,
അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 10, ഇതും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമായിരുന്നു. ഒരുപാട് എല്ലാ മത്സര പരീക്ഷയിലും PSCയിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, റിട്ടുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, പർപ്പസ് ഓഫ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെഷോറി, ക്വോ വാറണ്ടോ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ സി, ഹേബിയസ് കോർപ്പസ് to produce the detained person, mandamus to a person to perform his legal duty, certiorari removal of suit from an inferior court to a superior court. Then fourth one, quo warranto, to restrain a person from acting in an office to which he is not entitled. ഓക്കെ, അപ്പോൾ റിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, in the Indian Constitution, writ are legal instrument or orders issued by the Supreme Court or High Court to enforce fundamental right and for other purpose. These writ are powerful tool to provide legal remedies to the citizen against the violation of their right. The Constitution provision for 5 type of writ under Article 32 Supreme Court and Article 26 High Court. Here are 5 writ. Okay, അപ്പോൾ ഓരോ റിട്ടുകളുമാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹേബിയസ് കോർപ്പസ്, അതിൻ്റെ മീനിങ് ആണ് യു ഷാൾ ഹാവ് ദ ബോഡി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് യു ഷാൾ ഹാവ് ദ ബോഡി. അപ്പോൾ അതിൻ്റെ purpose of habeas corpus, it is a writ issued to produce a person who has been detained or imprisoned before the court and release him if the detention is found to be illegal. Okay, use of habeas corpus. The writ is used to protect individual freedom against arbitrary detention by the state or any other authority. ഓക്കെ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടി പോകുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ PPT ഷെയർ ചെയ്ത് തരുന്നതാണ് ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത് PPT ആവശ്യമുള്ള ആളുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ അവിടെ, സാമ്പിൾ മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇതിൻ്റെ കറക്റ്റ് ടോപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സിലബസ് അനുസരിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പ്രൊഹിബിഷൻ്റെ മീനിങ് ടു ഫോർബിഡ്. ഇതിന് മുന്നേ മാൻഡമസിൻ്റെ മീനിങ് എന്താണ്, വി കൊമാൻഡ്. ഓക്കെ, ദെൻ മീനിങ് ടു ബി സർട്ടിഫൈഡ്, സെഷോറിയുടെ മീനിങ് ആണ്. ക്വോ വാറണ്ടോ, ബൈ വാട്ട് അതോറിറ്റി, ബാക്കിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സമ്മറി ഓഫ് റിട്ട്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെഷോറി, ക്വോ വാറണ്ടോ. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, then question number 11, consider the following statement with respect to ERSS, emergency response support system. Which of the given statement is are correct? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ERSSമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. It adopted 112 was India's all-in-one emergency number. 112 as an Indian all-in-one emergency number. Okay, it is an initiative under Nirbhaya Fund Scheme. Kerala is the second state to launch single emergency number 112. In India, police is the only agency integrated with the project. Okay, അപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 4 3 ഇവിടെ തെറ്റായിട്ടുള്ളത്. കേരള is the second state to launch single emergency number system. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ കേരള എത്ര സ്ഥാനത്താണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് സിസ്റ്റം. നാഗാലാൻഡ് വാസ് ദ സെക്കൻഡ്. നാഗാലാൻഡാണ് 2ാം സ്ഥാനത്ത്, കേരള അല്ല. അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഈ നമ്പർ സിസ്റ്റം 2ാമതായിട്ട് ലോഞ്ച് ചെയ്തത് നാഗാലാൻഡ്, ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ കേരള എത്രാമത്തെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് ഒരുപാട് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ. വി ആർ ലിറ്റിൽ മെൻ സെർവിങ് ഗ്രേറ്റ് കോസസ് ബട്ട് ബിക്കോസ് ദ കോസ് ഈസ് ഗ്രേറ്റ് സംതിങ് ഓഫ് ദാറ്റ് ഗ്രേറ്റ്നെസ് ഫാൾ അപ്പോൺ അസ് ഓൾ. ദിസ് ഈസ് ദ കോട്ട് ഓഫ്. ഇത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് അവർ നടത്തിയിട്ടുള്ള കോട്ടിങ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു പറഞ്ഞ കോട്ടാണ്, വി ആർ ലിറ്റിൽ മെൻ സർവിങ് ഗ്രേറ്റ് കോസസ് ബട്ട് ബിക്കോസ് ദ കോസ് ഇസ് ഗ്രേറ്റ് സംതിങ് ഓഫ് ദാറ്റ് ഗ്രേറ്റ്നെസ് ഫാൾസ് അപ്പോൺ അസ് ഓൾസോ. ഓക്കെ,
Then question number 13. Which of the following statement is correct about startups? Startup are often a new company. Startup need to be very innovative. The Government of India launched Samarth scheme to support startup. Startup need to grow quickly. Okay. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1, 2, 4. Startup of a new company. Startup need to be very innovative. Startup need to grow quickly. Okay. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് സമർത്ത് സ്കീം ടു സപ്പോർട്ട് സ്റ്റാർട്ടപ്പ്. ശരിക്കും ഈ ഒരു സമർത്ത് സ്കീം സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ആ ഒരു സമർത്ത് സ്കീമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് സമർത്ത് സ്കീം? സമർത്ത് സ്കീം, ദ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ ഈസ് ഇംപ്ലിമെൻറ്റിംഗ് സമർത്ത് സ്കീം. അപ്പോൾ സമർത്ത് സ്കീം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളതാണ്. എ ഫ്ലാഗ്ഷിപ്പ് സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദ ടെക്സ്റ്റൈൽ സെക്ടർ. ഇറ്റ് എയിം ടു train 10 lakh person between 2017-2020. Recently, it is in the news as due to the COVID-19 nationwide lockdown, the scheme was halted in various states. Okay, നമുക്കതൊന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ ഒരു സമർത്ത് സ്കീം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് ക്വിക്ക് ഫാക്ട് അബൌട്ട് സമർത്ത് സ്കീം. ഫുൾ നെയിം സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടെക്സ്റ്റൈൽ സെക്ടർ. അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, വെൻ was it launched? Cabinet Committee on Economic Affairs approved in 2017. 2017 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൺസേൺഡ് മിനിസ്ട്രി കൺസേൺഡ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, ടാർഗറ്റ് സെക്ടർ ഓർഗനൈസ്ഡ് ആൻഡ് ട്രഡീഷണൽ സെക്ടർ, ഒബ്ജക്റ്റീവ് ആൻഡ് സമർ സ്കീം. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Then 14th question. Which of the following is the motto of the Olympic game? ഒളിമ്പിക് ഗെയിമിൻ്റെ മോട്ടോ. ഇത് ഒരുപാട് ആളുകൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ മോട്ടോ. എന്നാൽ അതിൽ ടുഗദർ എന്നുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ നിന്നൊരു ബേസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൻ്റെ പുതിയ മോട്ടോയാണ് ഇത്, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. അപ്പോൾ ഒളിമ്പിക്സ് ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് ഒറിജിനേറ്റഡ് ഇൻ ഒളിമ്പിയ, ഗ്രീസ് അറൗണ്ട് 776 BCE ആസ് എ റിലീജിയസ് ഫെസ്റ്റിവൽ honoring Zeus. Only Greek men participated, competing in events like running, wrestling and chariot racing. Then modern Olympics revived in 1896 by periodic Coubertin held in Athens, Greece with 40 nations and 43 events. Okay. അതേപോലെ ഒളിമ്പിക്സിൻ്റെ എംബ്ലവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൻ്റെ 5 വലയങ്ങൾ, അതിൻ്റെ കളറുകൾ ഏതെല്ലാം രാജ്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ബ്ലൂ കളർ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂറോപ്പിനെയും, ബ്ലാക്ക് ആഫ്രിക്ക, റെഡ് അമേരിക്ക, ദെൻ ഗ്രീൻ കളർ ഓസ്ട്രേലിയ, യെല്ലോ ഏഷ്യ. ഓക്കെ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഒളിമ്പിക്സ് റിംഗ് ഏതെല്ലാം രാജ്യങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 5 കളറുകളാണ്, ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, യെല്ലോ. ആ രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു നോക്കുക. നമ്മുടെ ബ്ലൂ കളർ യൂറോപ്പ്, ബ്ലാക്ക് കളർ ആഫ്രിക്കയാണ്, റെഡ് അമേരിക്ക, ഏഷ്യ യെല്ലോ, ഓസ്ട്രേലിയ ഗ്രീൻ. ഓക്കെ, ഇവിടെ നോക്കിക്കോളാം. നമ്മുടെ ഈ ഒളിമ്പിക്സിൻ്റെ ന്യൂ മോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്, ദെൻ കമ്മ്യൂണേറ്റർ, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. ഓക്കെ, അതുപോലെ ഒളിമ്പിക്സിൻ്റെ വാല്യൂസ് 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒളിമ്പിക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട മത്സരങ്ങളും അവരുടെ മോട്ടോകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മോട്ടോ ഫിഫ, ഫോർ ദ ഗെയിം, ഫോർ ദ വേൾഡ്, കോമൺവെൽത്ത് ഗെയിം, ഹ്യൂമാനിറ്റി, ഈക്വാലിറ്റി, ഡെസ്റ്റിനി, ഏഷ്യൻ ഗെയിം, ഹട്ട് ടു ഹട്ട് അറ്റ് ഫ്യൂച്ചർ, പാരാലിമ്പിക്സ് ഗെയിംസ്, സ്പിരിറ്റ് ഇൻ ന്യൂ മോഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി 15ാമത്തെ ചോദ്യം നമ്മുടെ NCF KCFുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020?
ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 10+2 structure will be modified with new curriculum structure 5+4+3+3. Teacher will be able to teach lesson in mother tongue regional language up to grade 5. The minimum degree qualification for teaching is going to be 4 years integrated B.Ed degree. Gross enrollment ratio in higher education to be raised by 35% by 2035. Okay. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 1 and 4 10+2 structure will be modified with new curriculum structure തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ റൈസ്ഡ് ബൈ 35% by 2035. അവിടെ 35% അല്ല, 2035 50% ആണ് ഗവൺമെൻറ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ GER ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഈസ് 28.84%, which is a 1.1% increases from 2020-2021. ഇത് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഒക്കെ. ഓക്കെ, നമ്മളവിടെ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് 50% ആണ് 2035 ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ജസ്റ്റ് കാര്യങ്ങളൊന്ന് നോക്കാം. The National Education Policy NEP 2020 is a transformative framework aimed at reforming India's education system to align with 21st century needs. അപ്പോൾ ഇതിൻ്റെ vision and objectives: holistic development, accessibility and inclusivity in India-centric system, universalization of education. Okay, അവിടെ കൊടുത്തിട്ടുണ്ട് aim to achieve 100% gross enrollment ratio in school education by 2030. 2030 സ്കൂൾ എഡ്യൂക്കേഷൻ്റെ എൻറോൾമെൻറ്റ് റേഷ്യോ എത്രയായിരിക്കണം? 100% പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞ റിവൈസ്ഡ് സ്ട്രക്ചർ എത്രയാണ്? 5+3+3+4 ടോട്ടൽ എത്രയായിരിക്കും? 8+3 11 15 15 വർഷത്തെ ആ ഒരു ആദ്യം 5 വർഷം, ദെൻ 3+3+4. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് റിവൈസ്ഡ് സ്ട്രക്ചർ. ഇതാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സ്ട്രക്ചർ 5+3+3+4. ഇനി നോക്കിക്കോളെ, ഈ ഒരു എങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ ഏജ് 3 to 8, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഫോക്കസ് ഓൺ പ്ലേ ബേസ്ഡ് ലേണിംഗ് ആൻഡ് ഫൗണ്ടേഷണൽ ലിറ്ററസി. അതിൻ്റെ പ്രത്യേകതയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൻ്റെ. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് 8 to 11, പിന്നെ 5+3+. അവിടെ 8 to 11 എംഫസിസ് ഓൺ ഡിസ്കവറി ബേസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, മിഡിൽ സ്റ്റേജ് ഏജ് 11 to 14, ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്ജക്ട് ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, പിന്നെ 11 വയസ്സാകുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? 11 മുതൽ 14 വയസ്സ് വരെയുള്ള ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്ജക്ട് ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്കൻഡറി സ്റ്റേജ് 14 to 18, multidisciplinary approach with flexibility in subject choices. ഓക്കെ, അപ്പോൾ ഇതൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു പുതിയ സിസ്റ്റമാണ് 5+3+3+4. അപ്പോൾ അതിൻ്റെ ഓരോ കൃത്യമായിട്ടുള്ള ഓരോ സ്റ്റേജായി തിരിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ളൊരു വളർച്ചയാണ്, ഏത് രീതിയിലുള്ളൊരു പഠനമാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഒരു പുതിയ പോളിസി സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ഫോക്കസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ദെൻ ഫോക്കസ് ഓൺ ലിറ്ററസി ആൻഡ് ന്യൂമറസി, ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ്, മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എലിമിനേഷൻ ഓഫ് റിജിഡ് സ്ട്രീംസ്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫീച്ചേഴ്സാണ്, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫീച്ചേഴ്സാണ്. ഹയർ എഡ്യൂക്കേഷനിൽ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 50%, 50% ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അവിടെ നേരത്തെ കൊടുത്ത് എത്രയായിരുന്നു? 35% ആയിരുന്നു. ഹയർ എഡ്യൂക്കേഷനിൽ 50%, സ്കൂൾ എഡ്യൂക്കേഷനിൽ 100%-മാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, സ്കൂൾ എഡ്യൂക്കേഷൻ 100% 2030. 2035
ഹയർ എഡ്യൂക്കേഷൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 50% ആണ്. ഇപ്പോഴത്തേത് 28.4%. സൂചിപ്പിച്ചു, ഇത് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FYUP നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ദെൻ സിംഗിൾ റെഗുലേറ്റർ, ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ റിസർച്ച്, ദെൻ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, then technology integration, vocational lifelong learning, governance and implementation, challenges in implementation of this policy. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയുള്ളത്. ഇതിൻ്റെ PPT ആകുമ്പോൾ മൊബൈൽ ഫോണിൽ നമുക്കത് വായിക്കാവുന്നതാണ്, പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സ്ലൈഡിലും വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ക്ലാസ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ വളരെ വിശദമായിട്ട് സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. അതിൻ്റെ തന്നെ PPT നോട്ട് ഉണ്ടായിരിക്കും. മൊബൈൽ ഫോൺ നോക്കി വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെ PPT യൂസ് ചെയ്യാം. PDF പ്രിൻ്റ് എടുക്കാമെന്ന രീതിയിലായിരിക്കും. അത് തന്നെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഒരു A4 ഷീറ്റിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾക്ക് 2 പ്രിൻ്റ് ചെയ്തെടുക്കാം, ബാക്കിൽ 2 പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് അങ്ങനെ ഒരു ഒറ്റ A4 തന്നെ 4 പ്രിൻ്റ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് വായിക്കാൻ പറ്റും. അതിൻ്റെ ഫോണ്ടൊക്കെ നമ്മൾ ഏകദേശം ഒരു 15-16 അതിൻ്റെ ഫോൺ സൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു രീതിയിൽ ഈസി ആയിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. പേജിൻ്റെ എണ്ണമൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. ഓക്കെ, ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര രീതിയിലുള്ള നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ PPT, അതിൻ്റെ PDF, അതിൻ്റെ വോയിസ് ക്ലാസ് എല്ലാം നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സ് ചേരാൻ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മളിനി ജനുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇനി പ്രൈവറ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ക്ലാസ് കാണാൻ സാധിക്കുന്നത്. ഈ ഡിസംബറിൽ കുറച്ച് ക്ലാസ്സുകൾ ഇവിടെ പബ്ലിക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16. ഈ ഒരു ഭാഗം മുതൽ അത്യാവശ്യം സ്ലൈഡുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പോയിന്റുകൾ. കാരണം നമ്മുടെ ഒരു കോർ ഏരിയ ആണ് ഈ 16, 17, 18, 19, 20 ഏകദേശം 5-6 ചോദ്യങ്ങളാണ് ഏകദേശം എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. സൈക്കോളജി ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് നോട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള 15 വരെയുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് 1 മുതൽ 15 വരെയുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോബർട്ട് ഗാർഡ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് കൺസിസ്റ്റ് ഓഫ്. റോബർട്ട് ഗാർഡ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ളത് ഏതെല്ലാമാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സിംബോളിക് ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, കോമ്പിനേറ്റോറിയൽ ലേണിംഗ്, സോഷ്യൽ കൺസ്ട്രക്റ്റീവ് ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ 2, 5, 6. 2 സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, 5 വെർബൽ അസോസിയേഷൻ, ദെൻ ഡിസ്ക്രിമിനേറ്റിംഗ് ലേണിംഗ്. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ റോബർട്ട് ഗാർഡ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഭാഗം എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതേ മോഡലുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 15 മുതലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. വാട്ട് ആർ ദ കറക്റ്റ് സീക്വൻസ് ഓർഡർ ഓഫ് ജീൻ പിയാഷെ സ്റ്റേറ്റ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കറക്റ്റ് ഓർഡർ ഏതാണ്, ആദ്യം വരുന്നത് ഏതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഒന്ന് ഫോർമൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രിപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ രീതിയിലുള്ള കുറച്ച് ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ആദ്യം വരുന്നത് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, ദെൻ പ്രിപ്പറേഷണൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കാം. Stage of cognitive development. Jean Piaget, a key figure in cognitivism, proposed that children go through specific stages of cognitive development, each characterized by different way of thinking. These stages are. അപ്പോൾ ഇതിലുള്ള സ്റ്റേജസുകൾ ഓരോന്ന് നോക്കുകയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years,
കുട്ടി ജനിച്ചത് മുതൽ 2 വർഷം വരെയുള്ള കാലയളവാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതിന്റെ പ്രത്യേകത ലേണിംഗ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് ഫിസിക്കൽ ആക്ഷൻ. ഓക്കെ, കുട്ടി പഠിക്കുന്ന രീതി സെൻസറി മോട്ടോർ സ്റ്റേജ്, ലേണിംഗ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് ഫിസിക്കൽ ആക്ഷൻ. ദെൻ പ്രിപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. 2 to 7 ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സിംബോളിക് തിങ്കിങ് ബട്ട് വിത്ത് ഈഗോസെൻട്രിക് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ്. ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രിപ്പറേഷണൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 to 11 years ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആൻഡ് ചിൽഡ്രൻ ക്യാൻ പെർഫോം ഓപ്പറേഷൻ ഓൺ കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11. എന്താണ് അവിടുത്തെ പ്രത്യേകത? ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആൻഡ് ചിൽഡ്രൻ ക്യാൻ പെർഫോം ഓപ്പറേഷൻ ഓൺ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 and up. 12 വയസ്സിന് മുകളിലുള്ള ആ ഒരു സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ബിക്കം പോസിബിൾ. അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ബിക്കം പോസിബിൾ ഇൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെ, സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7, concrete operational stage 7 to 11, formal operational stage 12 and up. ഓക്കെ, അതുപോലെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കേണ്ടത് റോബർട്ട് ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഓൾസോ നോൺ ആസ് ഗാഗ്നെ ടാക്സോണമി ഓഫ് ലേണിംഗ്. ഇങ്ങനെയാണ് റോബർട്ട് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്തെന്നെ അറിയപ്പെടുന്നു? ഗാഗ്നെ ടാക്സോണമി ഓഫ് ലേണിംഗ് outline the different type of learning that occur in hierarchical manner. Gagne proposed that complex learning built on simpler form of learning is hierarchy include the following categories ranging from the simple to the most complex. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കി സിമ്പിൾ നിന്ന് കോംപ്ലക്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതാണ് ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവസാനം ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കുട്ടി എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് പറയാം. SSC VDC RP. ഓക്കെ, അപ്പോൾ അവസാനം പറയുമ്പോൾ ഇപ്പോൾ കോഡ് PR ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ P ഏറ്റവും അവസാനം, കാരണം പ്രോബ്ലം സോൾവിങ് ആണ് ഏറ്റവും അവസാനം വരുന്നത്. ഓക്കെ, SSC VDC RP ഒന്ന് പറയാം. 2-3 പ്രാവശ്യം ഇത് പറയാം. ഗാഗ്നെ എന്താണെന്ന് കൂടി പറയണം. അതായത് ഈ കോഡ് ഇപ്പോൾ ഒരുപാട് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ആരുമായി ബന്ധപ്പെട്ടാന്നുള്ളത് കൺഫ്യൂഷൻ അടിച്ചു പോകും. ഇത് ഗാഗ്നെ ടാക്സോണമി ഓഫ് ലേണിംഗ്, ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, അദ്ദേഹത്തിന്റെ ആ ഒരു 8 ഹൈറാർക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, SSC VDC RP. PR അല്ല, അവസാനം വെച്ച് PR ആയി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ R അല്ല അവസാനം വരിക, P ആണ്, പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കണം. എന്താണ് SSC VDC RP? SSC VDC RP. ഓക്കെ, ഒന്നുകൂടി പറയാം. SSC VDC RP എന്താണ്? ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. പിന്നെ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം എന്താണ് ഓരോ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. S സിഗ്നൽ ലേണിംഗ്, ദെൻ S സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും പരീക്ഷ ഹാളിൽ വെച്ചിട്ട്. ഈ സ്റ്റിമുലസ് ആണോ അതോ സിഗ്നൽ ആണോ ആദ്യം വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനും ആദ്യം ഒരു സിഗ്നൽ കൊടുക്കണമല്ലോ. സിഗ്നൽ എന്നാണ് തുടക്കം. ഏതൊരു കാര്യത്തിൻ്റെ ആണെങ്കിലും നമ്മൾ എടുത്തു നോക്കുക, അതിനൊരു സിഗ്നൽ കിട്ടണം, പിന്നെയാണ് അതിൻ്റെ സ്റ്റിമുലസ് ഉണ്ടാവുന്നത്. ഓക്കെ, സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റിമുലസ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ സിഗ്നൽ ആണോ സ്റ്റിമുലസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് തിങ്ക് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു സിഗ്നലാണ് കിട്ടുന്നത്. സിഗ്നൽ കിട്ടുന്നു, പിന്നെ ഞാൻ പറഞ്ഞ അവസാനം RPയിൽ ഒരു കൺഫ്യൂഷൻ, PR വരാൻ സാധ്യത ഉണ്ടോ? കോഡ് പഠിക്കുമ്പോൾ ചിലപ്പോൾ SSC VDC PR അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് P ഏറ്റവും അവസാനം, കാരണം P ആണ് പ്രോബ്ലം സോൾവിങ്. കാരണം ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആ സിഗ്നലിൽ നിന്ന് ഒരു കുട്ടിക്ക് സിഗ്നൽ കിട്ടിയിട്ട് അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് ഓരോ സ്റ്റേജിലൂടെയും അവസാനം പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 8 സ്റ്റേജസ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനിതിങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഒരുപാട് എക്സാമുകളിൽ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ LP UP ഇങ്ങനെ എല്ലാ പരീക്ഷകളിലും കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾ, സെറ്റ് എക്സാം ഒക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് S സിഗ്നൽ ലേണിംഗ്, S സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, C ചെയിനിങ്, V വെർബൽ അസോസിയേഷൻ, D ഡിസ്ക്രിമിനേറ്റിംഗ് ലേണിംഗ്, C കോൺസെപ്റ്റ് ലേണിംഗ്, R റൂൾ ലേണിംഗ്, then P പ്രോബ്ലം സോൾവിങ്. സോ SSC VDC RP. ഓക്കെ അല്ലേ?
അപ്പൊ ഇനി ഇവിടെ ഓരോന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സൂചിപ്പിച്ച പോലെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പൂൺ ഫീഡിങ് പോലെ ഇങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ഇപ്പൊ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതെല്ലാം ഏരിയകളിൽ നിന്നാണ്, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, 100 ചോദ്യമാണെങ്കിൽ ശരിക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ അനാലിസ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഏകദേശം എത്ര ദിവസം ഇരിക്കേണ്ടി വരും? ഒരു 3 ദിവസം വെച്ചിരിക്കാന്ന് വിചാരിക്കാം. ഒരു ക്വസ്റ്റ്യന് 100 ചോദ്യം, 100 ക്വസ്റ്റ്യൻ വെച്ചിരിക്കുമ്പോൾ ഏകദേശം 300 ദിവസങ്ങൾ തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ ഏരിയയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. നിങ്ങൾ നോക്കുക, ഏകദേശം 2018 ചോദിച്ച അതേ മേഖലകളിൽ തന്നെയാണ് 2022 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് രീതിയിലായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 18 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങൾ, ആ ഒരു ABCD 4 ഓപ്ഷൻ അവിടെ കിടക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഉണ്ടായിരുന്നു, എന്നാലും ആ ഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ സബ്ജക്റ്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടി എ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ പാർട്ടി എ ആയിരുന്നു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, പാർട്ടി എ തന്നെയാണ് ഇപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ പാർട്ടി ബിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സബ്ജക്റ്റ് നന്നായിട്ട് നോക്കണം. നന്നായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയുള്ളത്. മാക്സിമം പോയിന്റുകൾ, കാരണം ഏത് രീതിയിലാണ് ഇത് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഒന്നെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ചില ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ശീലിച്ചു പോരേണ്ട ഒറ്റ കാര്യം, മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, അറിയുന്നത് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് ശീലിക്കുക. അതാണ് ഏറ്റവും നല്ലത്. വെറുതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ പറഞ്ഞ കമ്മട്ടം മാർക്ക് ചെയ്യാനൊന്നും ആരും നിൽക്കണ്ട. അറിയുന്നത് മാത്രം മാർക്ക് ചെയ്ത് എപ്പം തന്നെ ശീലിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ആ രീതിയിൽ തന്നെ ശീലിച്ചു പോവാം. ഓക്കെ, ദെൻ റോബർട്ട് ഗാഗ്നെ അദ്ദേഹത്തിന്റെ ഓരോ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലർ റെസ്പോൺസ് ലേണിംഗ്. ഇത് നമ്മളിനി ആ ടോപ്പിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഒരു സിലബസ് അനുസരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേറ്റീവ് ലേണിംഗ് എന്താണ്, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പ്രോബ്ലം സോൾവിങ് സൂചിപ്പിച്ച പോലെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ക്ലാസിന്റെ ലെങ്ത് കൂടും, ആകെ ബോറായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസിന്റെ അവസ്ഥ അറിയാലോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഈ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക, അല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഓക്കെ, അപ്പോൾ there are several influential learning theories in psychology and education, each offering a different perspective on how people learn. Here are some of the most notable one. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ബിഹേവിയറിസത്തെ കുറിച്ച്, ആരാണ് ബിഹേവിയറിസത്തിന്റെ അതിന് കീ ഓപ്പണൻസ് ആരൊക്കെയാണ്, BF സ്കിന്നർ, ജോൺ വാട്സൺ, ഇവാൻ പാവ്ലോ. എന്താണ് ബിഹേവിയറിസം എന്നുള്ള ഐഡിയ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കീ കോൺസെപ്റ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ്. കോഗ്നിറ്റീവിസം, അതിൻ്റെ വക്താക്കൾ ആരെല്ലാമാണ്, എന്താണ് കോഗ്നിറ്റീവിസം, കോഗ്നിറ്റീവിസത്തിൻ്റെ ഐഡിയകൾ ഏതൊക്കെയാണ്, സ്കീമ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ്, കൺസ്ട്രക്റ്റിവിസം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കോൺസ്ട്രക്റ്റിവിസം, ഐഡിയാസ്, കോൺസെപ്റ്റ് എന്തെല്ലാമാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി. ആരാണ് സോഷ്യൽ ലേണിംഗ് തിയറി? കീ ഓപ്പണന്റ് ആൽബർട്ട് ബന്ദൂര. ഓക്കെ, ഐഡിയാസ്, കീ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി, ഒബ്സർവേഷണൽ ലേണിംഗ്, മോഡലിംഗ്, സെൽഫ് എഫിഷ്യൻസി, റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ദെൻ ഹ്യൂമനിസം, core ideas, key concept of humanism, self-actualization, student-centered learning, experiential learning, hierarchy needs, humanism. Then connectivism. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിന്റെ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി, ഡേവിഡ് കോൾബ്, കോർ ഐഡിയ ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി, കീ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി. ദെൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. Okay, Howard Gardner, core idea of multiple intelligence theory and key concept, multiple intelligence, personalized learning, differentiated instruction. Okay,
then transformative learning theory. Okay, 17th question. In a mathematics class, if a teacher uses sub-skill such as movement, gestures, change in speech pattern and change in interaction style, then the teacher is using. Okay, ഇതൊരു ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇതിൻ്റെ ആൻസർ ഏതാണ്? സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു ചോദ്യം നോക്കാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ. The teacher start the lesson Introduction to World War II by showing a short dramatic video clip of significant event from World War II, such as the bombing of Pearl Harbor or the D-Day landing. After the video, the teacher asked, "What would it feel like to live through the time like this? What kind of skill is this?" Okay, സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് ടീച്ചർ എടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് സ്കില്ലാണ് അവിടെ ടീച്ചർ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ആണോ, സ്കിൽ ഓഫ് ഇലിസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ ആണോ, സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ആണോ, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണോ? ഏതായാലും സ്റ്റിമുലസ് വേരിയേഷൻ അല്ല. ഓക്കെ, കാരണം ഇവിടെ ടീച്ചർ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വീഡിയോ കാണിച്ചുകൊണ്ടാണ് ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ആണോ ബി ആണോ സി ആണോ എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഡെമോൺസ്ട്രേഷൻ ആണോ ഓർ ഇലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ ആണോ, സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ടീച്ചർ ക്ലാസ് തുടങ്ങുന്നത്, ഈ രീതിയിൽ ഉള്ള ടീച്ചറിൻ്റെ സ്കിൽ എന്ന് പറയുന്നത് ഏതാണ്? പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 17 മോഡൽ ക്വസ്റ്റ്യൻ ആണിത്, സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകൾ പഠിക്കാനുണ്ട്. അതെങ്ങനെയാണ് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ കാണുമ്പോൾ അത് ഏത് തരത്തിലുള്ള സ്കില്ലാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ദ സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ഈസ് എ ടീച്ചിങ് ടെക്നിക് where the teacher shows or models how to do something, often a process, skill or task in front of the students. Okay, demonstration. This method is particularly effective for teaching skill that requires step-by-step procedure or visual guidance. By observing a demonstration, students can see the correct way to perform a task and understand the process more clearly before attempting it themselves. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് സൂചിപ്പിച്ച പോലെ ഇവിടെ ഇപ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമ്മൾ ആ ഒരു സിലബസ് അനുസരിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കീ ഫീച്ചേഴ്സ് ഓഫ് ഡെമോൺസ്ട്രേഷൻ: ക്ലാരിറ്റി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, വിഷ്വൽ ലേണിംഗ്, മോഡലിംഗ്, എൻഗേജ്മെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ വെൻ ടു യൂസ് സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ, പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ എങ്ങനെ നമ്മളത് ഉപയോഗിക്കുന്നു, ന്യൂ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ലേണിംഗ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഓഫ് സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ഇൻ യൂസ്. ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾ വന്നിട്ടായിരിക്കും ഇത് ഏത് തരത്തിലുള്ള സ്കില്ലാണ് എന്നുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിന് വരുന്നത്. സയൻസ് ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, മാത്സ് ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതാണ് സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെറ്റ് ഇൻഡക്ഷൻ ആയിരുന്നു, സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ? ദ സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ഈസ് എ ടീച്ചിങ് ടെക്നിക് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ലെസൺ ടു എൻഗേജ് സ്റ്റുഡൻറ് അറ്റൻഷൻ, activate their previous knowledge and prepare them for the new material they are about to learn. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ സെറ്റ് ഇൻഡക്ഷൻ ഹെൽപ്പ് ടു ക്രിയേറ്റ് എ മെൻ്റൽ ഫ്രെയിം വർക്ക് ഫോർ ദ സ്റ്റുഡൻറ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദം ടു കണക്ട് ന്യൂ ഇൻഫർമേഷൻ ടു വാട്ട് ദേ ഓൾറെഡി know and to understand the relevance of the lesson. Okay, features of skill of set induction: attention grabbing, then connecting to prior knowledge, setting the stage, motivation, establishing context. Okay, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. So when to use set of induction: beginning a lesson, introducing new topic, engaging student. Example of skill set induction: ഹിസ്റ്ററി ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, സയൻസ് ക്ലാസ്സിൽ, മാത്സ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എല്ലാം നമ്മൾ വിശദമായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദെൻ സ്കിൽ ഓഫ് ഇലിസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ അടുത്ത സ്കില്ലാണ്, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ
എക്സാമ്പിൾ ഓഫ് സ്കിൽ ഓഫ് ഇലിസ്ട്രേറ്റിംഗ്, മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു, സയൻസ് ക്ലാസ്സിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, ലാംഗ്വേജ്, ദെൻ ഹിസ്റ്ററി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട്. ഓക്കെ, ദെൻ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു ഓപ്ഷൻ, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. The skill of stimulus variation is a teaching technique used to maintain student attention and engagement by changing the method, activities or stimulus within a lesson. Okay, നമുക്കത് ടോപ്പിക് അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. The features, pacing, content delivery, interaction, visual and auditory stimuli, physical movement, when to use the skill of stimulus variation. Okay, നമുക്കിതൊക്കെ ആ സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഓരോ സബ്ജക്റ്റിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 18, വിച്ച് ഫേസ് ഓഫ് കോൺസ്ട്രക്റ്റീവ്സ് മോഡൽ എക്സിബിറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് പ്രൊവൈഡിങ് ദ സിറ്റുവേഷൻ, ഗ്രൂപ്പിംഗ് ആൻഡ് ബ്രിഡ്ജിങ്. ഓക്കെ, വിച്ച് ഫേസ് ഓഫ് കോൺസ്ട്രക്റ്റീവ്സ് മോഡൽ എക്സിബിറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് പ്രൊവൈഡിങ് ദ സിറ്റുവേഷൻ, ഗ്രൂപ്പിംഗ് ആൻഡ് ബ്രിഡ്ജിങ്. ഏത് കൺസ്ട്രക്റ്റീവ്സ് മോഡലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ആൻസർ സ്കഫോൾഡിംഗ് ഫേസ്. ഓപ്ഷൻ എ, സ്കഫോൾഡിംഗ് ഫേസ്. അപ്പോൾ ഈ ഒരു മേഖലയൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫേസ് ഇൻ ദ കൺസ്ട്രക്റ്റീവ്സ് മോഡൽ ഇൻവോൾവ് ഗ്രാജുവലി റെഡ്യൂസിംഗ് ടീച്ചർ സപ്പോർട്ട് ആസ് സ്റ്റുഡൻസ് ബിക്കം മോർ സ്കിൽഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, ഹെൽപ്പിംഗ് ദം ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഓട്ടോണമി. ഏതാണ് ഇതിൻ്റെ ആൻസർ? പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ സമയം കളയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 18 മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫേഡിംഗ് പേസ്. ഇത് ഫേഡിംഗ് പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് സ്കഫോൾഡിംഗ് പേസ്, ഇതെവിടെയെല്ലാമാണ് യൂസ് ചെയ്യുന്നത്? സ്കഫോൾഡിംഗ് പേസ്, കീ ആസ്പെക്ട്സ് ഓഫ് സ്കഫോൾഡിംഗ് പേസ്, ഇനീഷ്യൽ സപ്പോർട്ട്, ഗ്രാജുവൽ റിഡക്ഷൻ, എൻകറേജ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, റെസ്പോൺസീവ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ ഓഫ് സ്കഫോൾഡിംഗ് മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നു. ദെൻ ഫേഡിംഗ് പേസ്, എന്താണ് ഫേഡിംഗ് പേസ്? ഓക്കെ, കീ ആസ്പെക്ട്സ് ഓഫ് ഫേഡിംഗ് പേസ്. ദെൻ സ്കഫോൾഡിംഗ്, എന്താണ് സ്കഫോൾഡിംഗ്? ദെൻ അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, എക്സാമ്പിൾ ഓഫ് ഫേഡിംഗ് പേസ്. ഓക്കെ, ഓരോ വിഷയങ്ങളിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ collaborative learning phase, key aspects of collaborative learning phase. ഓക്കെ, ആ സമയങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് phase, കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് phase. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫേസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 19, which of the following is not true in the case of revised Bloom taxonomy? Which of the following is not true? Revised Bloom taxonomy ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. Objectives are meant to describe learners' behavior rather than thinking process. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not true in the case of Gagne 9 event of instruction? Which of the following is not true in the case of Gagne 9 event of instruction? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മൾട്ടി സ്ട്രക്ചറൽ. അപ്പോൾ മൾട്ടി സ്ട്രക്ചറലാണ് ഗാഗ്നെ 9 ഇവൻറ്റുമായിട്ട് ബന്ധപ്പെടാത്തത്. അപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും. റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി, കീ കോമ്പോണൻറ്റ് ഓഫ് റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി, നോളജ് ഡൈമെൻഷൻ, ഡിഫറൻസ് ഫ്രം ഒറിജിൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ സോളോ ടാക്സോണമി, വെബ് ഡെപ്ത് ഓഫ് നോളജ്, ആൻഡേഴ്സൺ ആൻഡ് കോത്ത്വോൾ ടാക്സോണമി, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, ദെൻ ഗാഗ്നെ 9 event of instruction. Then question number 20, name the new approach to curriculum transaction which was heavily influenced by the teaching of Paulo Freire. Okay, ഇതിൻ്റെ ആൻസർ ഏതാണ്? ക്രിട്ടിക്കൽ പെഡഗോജി. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസാക്ഷൻ വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഹാരോൾഡ് ബാരോ ആൻഡ് ഹാരോൾഡ് എസ് ബാരോസ്. ഓക്കെ,
നെയിം ദ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസാക്ഷൻ വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഹൊവാർഡ് ബാരോ ആൻഡ് ഹാരോൾഡ് എസ് ബാരോ. ഏതാണ് ഇതിൻ്റെ ആൻസർ? പോസ് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇനി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ക്രിട്ടിക്കൽ പെഡഗോജി, ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പാർട്ട് എയുടെ സിലബസും പാർട്ട് എയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു പോയി. വേറെ ഒന്നുകൊണ്ടല്ല, ക്ലാസ്സിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ കൂടിപ്പോവും. അപ്പോൾ നമ്മളിനി ആ ടോപ്പിക് അനുസരിച്ച് ആ സിലബസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഇതൊക്കെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സ്ലൈഡിൽ ഓരോന്ന് കാണിച്ചു തരികയാണ് ചെയ്തിട്ടത്, എന്തൊക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ വളരെ വലിയൊരു മേഖല, ഏരിയ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ SS വേൾഡ് അക്കാദമി പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വരാൻ പോകുന്ന HSA HSST സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സൂചിപ്പിച്ച പോലെ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെയുള്ള ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 8129529102 8129 529 102. അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര്, ജില്ല, നിങ്ങളുടെ ഡിഗ്രി PG ഒക്കെ പഠിച്ച വിഷയം ഏതാണ് എന്നുള്ളത് വാട്സാപ്പിലേക്കും നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഏതായാലും കോഴ്സ് ഫീ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അറിയിക്കും. ഏതായാലും വലിയൊരു ഫീ ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. എക്സാം വരെ കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഇവിടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ബിയിലെ ഓരോ ടോപ്പിക്കുകൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സിലബസ്, ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ആ മേഖലകൾ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഇതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.